സമ്മോഹന ഹോമം നടത്തുന്നതിന് മുൻപിലായിട്ട് ദോഷങ്ങളുടെ ഗുരുലഘുത്വം അനുസരിച്ച് ശത്രുദോഷങ്ങളെല്ലാം തന്നെ മാറുവാനുള്ള ഹോമങ്ങൾ കൂടി നടത്തിയാൽ സമ്മോഹന ഹോമത്തിൻ്റെ മുഴുവനായ ഫലവും സിദ്ധിക്കുന്നതാണ്. സമ്മോഹനാക്യം സകല ഭയഹരം വാഞ്ചിതാർത്ഥപ്രദം ച എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട്. സമ്മോഹനക്രിയ വിധിപ്രകാരം നടത്തിയാൽ എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന ഭയവും അകന്നു പോകുന്നതാണ്. മനസ്സിലെ നെഗറ്റീവ് എനർജികളായിരിക്കുന്ന ഭയം, ഉത്കണ്ഠ, അപകർഷതാബോധം എന്നിവ ഇല്ലാതാക്കി ആത്മവിശ്വാസവും മനോധൈര്യവും പ്രദാനം ചെയ്യുന്ന സമ്മോഹന ഹോമം വിധിപ്രകാരം നടത്തിയാൽ ഫലം നിശ്ചയമായും ലഭിക്കുന്നതാണ്. സമ്മോഹന മന്ത്രം യഥാസംഖ്യ ഹോമിക്കുന്ന സമയത്തിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥനാനിരതനായിരിക്കുന്ന സാധനിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതാണ്. പ്ലാശൻ ചമത നെയ്യൽ മുക്കി സമ്മോഹന മന്ത്രം ജപിച്ച് ഹോമിക്കുന്ന ഹോമത്തിനാൽ സകല ജനങ്ങളും വശ്യമായി തീരുന്നതാണ്. എള്ളും അരിയും ചേർത്ത് ഹോമിച്ചാൽ അഭീഷ്ടങ്ങൾ സാധിക്കും. ധനപരമായിരിക്കുന്ന അഭിവൃദ്ധിക്കും സ്ഥാനക്കയറ്റത്തിനും വശ്യമുണ്ടാകുവാനും നെയ്യ് ഹോമിച്ചാൽ മതിയാകും. അഭീഷ്ട കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാക്കി തരുന്നതായിരിക്കുന്ന സമ്മോഹന ഹോമം വിധിപ്രകാരം ചെയ്യിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.